എന്റെ പ്രതീക്ഷകളൊക്കെ പാളിപ്പോവാ. ഹലോ, ഇപ്പൊ എന്തായാലും ആ ടെൻഷൻ നമ്മൾ എടുക്കുന്നില്ല. വരുൺ, രാധിക പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ 1-2 ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗായിക ശ്യാമ ലൈവായി സംസാരിക്കുന്നു കേട്ട ഏത് ചാനലും അവരുടെ പ്രൈം ടൈം അതിനു വേണ്ടി നീക്കിവെക്കും. നമ്മുടെ C5ആയിട്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗായിക ശ്യാമ ഇന്ന് രാത്രി CTV ലൈവ് ഉണ്ട്. ഇതുവരെ ആർക്കും അറിയാതിരുന്ന ഗായിക ശ്യാമയുടെ കഥ പറയാൻ. ഇപ്പോ താൻ ശ്യാമയുടെ മകളാണെന്നുള്ള വിശ്വാസത്തിനും അവിശ്വാസത്തിനിടയില രാധിക. പക്ഷെ ചെറിയമ്മ തന്റെ ആത്മകഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോ അവൾക്ക് വ്യക്തമായി ബോധ്യപ്പെടാൻ തന്നെയാ ആ മകള് താനാണെന്ന വിശ്വാസം അവൾക്ക് വരണം. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഇതൊരു ഗ്രേറ്റ് ഐഡിയ ആണ് മാഡം. ഇക്കാര്യത്തിൽ ഇനി ഈ സംശയിക്കൊന്നും വേണ്ടെന്നേ. ആരതി വർമ്മയുടെ ബുദ്ധി നമ്മൾ പല ഘട്ടത്തിലും കണ്ടതല്ലേ. മാഡം ധൈര്യമായിട്ടിരിക്കുക. രാധിക മാഡത്തിനെ തേടി വന്നിരിക്കും. അയ്യോ, രാധിക വരുന്നു. അതെ, എന്നെ ഇപ്പൊ രാധി കണ്ട പ്രശ്നം നമ്മളെല്ലാരും ചേർന്നുള്ള ഒരു പ്രാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമ്മൾ കരുതുന്ന ഒരു ലൈനിലേക്ക് അയാൾ ചിലപ്പോൾ എത്തില്ല. അത് ശരിയാ. വരുൺ കിച്ചണിലേക്ക് നിന്നോ? ആ, എന്താ പോളെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഫിദ മാഡത്തിനോട്. ശ്യാമ മാഡത്തിന്റെ ജീവിതകഥ മാഡത്തിനറിയോ? അറിയാമെങ്കിൽ എനിക്കും അതറിയാൻ താല്പര്യമുണ്ട്. ഇതായിരുന്നു കാര്യം. അത് ശ്യാമ തന്നെ പറഞ്ഞു കേട്ടാ മതിയോ മൂക്ക്? ശ്യാമ മാഡം പറയോ? അതെ, ശ്യാമ മേഡത്തിന്റെ കഥ എന്താണെന്ന് ശ്യാമ മേഡം തന്നെ പറയും. ഇന്ന് രാത്രി C5 ശ്യാമ മേഡത്തിന്റെ ഇന്റർവ്യൂ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. കുറച്ചു മുമ്പ് ശ്യാമ മേഡം ഫിദയെ വിളിച്ച് പറഞ്ഞതാ. അപ്പൊ മോൾക്കും കേൾക്കാലോ. കേൾക്കണം. ഞാൻ തേടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അതിൽ ഉത്തരം ഉണ്ടാവും. അല്ല മാഡം? ഉണ്ടാവും. ഇനിയൊന്നും മറച്ചു വെക്കാനില്ല.